സംഗമത്തിന്റെ സംഘാടകരും വേദിയിൽ ഉപയുക്തരായ വിശിഷ്ട വ്യക്തികളും ആയിട്ടുള്ള ശ്രീ ദിവാകരൻ, എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ ജി വി സ്വാമി, ശ്രീ സുനിൽ കെ തമ്പൻ, ശ്രീ എസ്.എൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, ശ്രീ C.N. തങ്കച്ചൻ, മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ, ശ്രീ K.J. രാജേന്ദ്രൻ, ഡോക്ടർ രാജീവ് മോഹൻ, ശ്രീ സലീം ചന്ദ്രകുമാർ, ശ്രീ M.S. വിജയൻ, ഈ സദസ്സിൽ ഉപയോഗിച്ചിരിക്കുന്ന ഏറ്റവും ആദരണീയരെ, വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയുടെ സമുദ്ഘാടനമാണ് നമ്മളിന്നിവിടെ ഇരിക്കുന്നത്. ഇവിടെ നേരത്തെ സ്വാഗത ആശംസിച്ച ശ്രീ ദിവാകരൻ സൂചിപ്പിച്ചതുപോലെ ആദ്യ പഠനവേദി എന്നൊരു സംഘത്തിന് രൂപം കൊടുത്ത് അതിന്റെ പ്രവർത്തനങ്ങൾ ചലിപ്പിക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. തീർച്ചയായും ഏറ്റവും സ്വാഗതാർഹമായ ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമുക്ക് നമ്മെ സംബന്ധിച്ചുള്ള പരാധീനതകളെ കുറിച്ചുള്ള വലിയ അറിവുകളുണ്ട്. പക്ഷെ നമ്മുടെ അന്വേഷണങ്ങൾ ഏതേതെല്ലാം മേഖലകളിലേക്ക് എത്തിപ്പെടുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ തന്നെ സംശയമുള്ളവരാണ്. അതുകൊണ്ട് അന്വേഷണങ്ങൾക്കും പഠനങ്ങൾക്കും ഉയർന്ന തരം സംവാദങ്ങൾക്കുമായി ഇത്തരമൊരു വേദി രൂപപ്പെടുത്തുന്നത് ഏറ്റവും ആരോഗ്യകരമായ ഒരു കാര്യമാണ് എന്ന് തന്നെ ആദ്യം തന്നെ ഞാൻ സൂചിപ്പിക്കുന്നത്. എനിക്ക് ഈ ആദ്യ പഠനവേദി എന്നുള്ള ഈ ആദ്യം എന്ന വാക്കാണ് എന്നെ സത്യത്തിൽ ആദ്യം തന്നെ ആകർഷിച്ചത്. കാരണം അതിന് ആ വാക്ക് വളരെ പ്രത്യേകതയുള്ള ഒരു വാക്കാണ്. ഞാൻ മലയാള അധ്യാപകനാണ്. മലയാളത്തിന്റെ തനിമയുള്ള ഒരു വാക്ക് എന്ന് മാത്രമല്ല, അതിൽ വലിയൊരു അതിന്റെ ഉള്ളടക്കത്തിന്റെ ഒരു വലിയൊരു സവിശേഷതയുണ്ട്. അത് പ്രക്ഷേപിക്കുന്ന പ്രബുദ്ധതയുടെ വലിയൊരു മെസ്സേജ് അതിലുണ്ട്. അതൊക്കെ കൊണ്ടാണ് ആ വാക്ക് എനിക്ക് അത്രയേറെ പ്രിയതരമായി തോന്നിയത്. ഒന്ന് വാക്ക് കണ്ടുപിടിച്ച ആരാണെങ്കിലും അവരെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുന്നു. കാരണം അത്രയേറെ കമ്മ്യൂണിക്കേറ്റീവ് ആയിട്ടുള്ള ഒരു വാക്കാണ് ആദ്യ പഠനവേദി എന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജ്ഞാനപരമായ അന്വേഷണങ്ങളും സംവാദങ്ങളും ഒരു ജനതയെ സ്വയം നിർവചിക്കുന്നതിന്, വലിയ തിരിച്ചറിവുകളിലേക്കും പ്രബുദ്ധതയിലേക്കും അതുവഴിയുള്ള വിമോചനത്തിലേക്കും നയിക്കുന്നതിനും കാരണമായി തീരും എന്ന് നമ്മളെ പഠിപ്പിച്ചത് ഡോക്ടർ B.R. അംബേദ്കർ തന്നെയാണ്. ജ്ഞാനപരമായ അന്വേഷണങ്ങളെ കുറിച്ച്. കാരണം അദ്ദേഹം നടത്തിയ ജ്ഞാനാന്വേഷണത്തിന്റെ യാത്രകൾ നമുക്ക് ഒരുപക്ഷെ സങ്കല്പിക്കാൻ മാത്രമേ കഴിയൂ. അത്രയേറെ ജ്ഞാനപരമായ അന്വേഷണങ്ങളും അതിലേറെ പൊതുസമൂഹവുമായുള്ള സംവാദങ്ങളും അദ്ദേഹം നടത്തി. ഇതൊക്കെ തന്നെ ഒരു പീഡിത ജനതയുടെ, അസ്പൃശ്യരായ ഒരു ജനതയുടെ വിമോചനത്തിന് വേണ്ടിയുള്ള വലിയ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടായിരുന്നു എന്നുകൂടി നാം ഓർക്കേണ്ടതുണ്ട്. നിരവധി ദൃഷ്ടാന്തങ്ങൾ ഇതിന് സദൃശമായി. പക്ഷേ അംബേദ്കറെ പോലെ അതുപോലെയുള്ള ഉദാഹരണങ്ങൾ നമുക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ചരിത്രത്തിൽ എടുത്തു കാണിക്കാൻ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. മറ്റു പലരുമുണ്ട്. ഗാന്ധിജിയുണ്ട്, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുണ്ട്, രവീന്ദ്രനാഥ് ടാഗോറുണ്ട്, അതുപോലെയുള്ള ആളുകളുണ്ട്. അവരൊക്കെ ഏതെങ്കിലും അർത്ഥത്തിൽ നമ്മുടെ ഇന്ത്യയുടെ പാരമ്പര്യമായ വിശ്വാസങ്ങളെയും ഹിന്ദു ദേശീയതയെയും ഏതെങ്കിലും തരത്തിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാഷ്ട്രീയ രംഗത്ത് നിലയുറപ്പിച്ച് നിന്നവരാണ് എന്ന് പറയാം. പണ്ഡിറ്റ് നെഹ്റു വ്യത്യസ്തനാണ്.
അദ്ദേഹം നിരീശ്വരവാദിയായിരുന്നു. വളരെ പ്രോഗ്രസീവായിട്ടുള്ള വീക്ഷണങ്ങൾ പുലർത്തിയിരുന്ന സോഷ്യലിസ്റ്റ് മനസ്സുള്ള ഒരാളായിരുന്നു. പക്ഷേ ഇന്ത്യയിലെ ദരിദ്രകോടികളുടെ അഭീഷ്ടങ്ങൾക്കനുസരിച്ച് അദ്ദേഹത്തിന്റെ ഭരണകൂടത്തെ പല സമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെട്ട് അദ്ദേഹത്തിന് ആ തരത്തിൽ ചലിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന ഒരു വിമർശനവും നെഹ്റുവിന്റെ ഭരണത്തെക്കുറിച്ച് നമ്മൾ ഉയർത്തേണ്ടതുണ്ട്. കാരണം അതല്ലെങ്കിൽ 1957, 59 ഉണ്ടായ വിമോചന സമരം എന്ന ഒരു കാര്യം ഉണ്ടാകുമായിരുന്നില്ല. ഒരു സോഷ്യലിസ്റ്റായ പുരോഗമനവാദിയായ നെഹ്റുവിന്റെ കൈകൾ കൊണ്ടാണ് ആ മന്ത്രിസഭയുടെ കഴുത്ത് ജയിക്കപ്പെട്ടത് എന്നുള്ളത് ഇന്ത്യയുടെ ചരിത്രമാണ്. ഈ പഠനവേദിയോട് എനിക്ക് ആദ്യം തന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇത് മുഖ്യധാരയിൽ നിന്ന് മാറി ഒതുങ്ങി ഓരം ചേർന്ന് നമ്മുടെ പീഡിത സത്തയുടെ പരാതികളും പരിദേവനങ്ങളും മാത്രം വാദോരാതെ പറയുന്ന ഒരു സംഘം ആയി മാറരുത് എന്നാണ്. മറിച്ച് ഉയർന്ന തരം സംവാദങ്ങൾ, സർഗാത്മകമായ സംവാദങ്ങൾ, ആശയപരമായ കൊടുക്കൽ വാങ്ങലുകളുടെ ഉയർന്ന തരത്തിലുള്ള ആശയ വിനിമയ രീതികളുടെ മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് വേണം നമുക്ക് സമൂഹത്തിൽ ഇടപെടാൻ. കാരണം ഇവിടെ ശ്രീ സുനിൽ കെ തലപ്പനെ പോലുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. അവർക്കൊക്കെ അറിയാം, നമ്മുടെ ഇത്തരം സംഘങ്ങളുടെയും വേദികളുടെയും ഒരു മുഖ്യ പരിമിതി നമ്മുടെ പ്രശ്നങ്ങളെക്കുറിച്ച് നിരന്തരം പരിദേവനങ്ങളിൽ മുഴുകി ഇരിക്കുന്ന സംഘങ്ങളായി, ഗ്രൂപ്പുകളായി മാറി ചിലതൊക്കെ പറഞ്ഞ് സ്വയം കൃതാർത്ഥരായി വിട്ടുപോകലാണ് മിക്കവാറും പതിവ്. പക്ഷേ ഒരു പഠന ഗ്രൂപ്പ് എന്നുള്ള നിലയിൽ നമുക്ക് അതിനേക്കാൾ വലിയ ചുമതലകളുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അതുകൊണ്ട് നമ്മുടെ സംവാദങ്ങളെ തുറന്ന സംവാദങ്ങളാക്കി, ആരോഗ്യകരമായ സംവാദങ്ങളാക്കി, സർഗാത്മകമായ സംവാദങ്ങളാക്കി ഉയർത്തേണ്ട ഉത്തരവാദിത്വം ഈ ആദ്യ പഠനവേദിക്കുണ്ട് എന്ന് ആദ്യം തന്നെ ഞാൻ സൂചിപ്പിക്കട്ടെ. ആദ്യ പഠന വേദിയുടെ പ്രവർത്തനങ്ങൾ ഔപചാരികമായി അതോടൊപ്പം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു. ഇത്തരമൊരു ചരിത്ര സന്ദർഭത്തിലാണ്, അതായത് ഞാൻ സംവാദങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചത്, ഇത്തരം ഒരു ചരിത്ര സന്ദർഭത്തിലാണ് ഡോക്ടർ ഭീംറാവു അംബേദ്കർ എന്ന പ്രകാശ ഗോപുരം നമ്മുടെ മുൻപിൽ ഉയർന്നു അങ്ങനെ നിൽക്കുന്നത്. പ്രകാശഗോപുരം എന്നുള്ളത് ഒരു ആലങ്കാരിക പദമല്ല. ഡോക്ടർ ബി ആർ അംബേദ്കറുടെ കാര്യത്തിൽ എന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ ചരിത്രം വായിച്ചു നോക്കിയാൽ അറിയാം, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചാൽ അറിയാം, അദ്ദേഹത്തിന്റെ അന്വേഷണ പാതകളിലൂടെ ഒന്ന് സഞ്ചരിക്കാൻ ശ്രമിച്ചാൽ അറിയാം. സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടനയുടെ മുഖ്യ ശില്പിയായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ എന്ന് നമുക്കറിയാം. നമ്മുടെ ഭരണഘടന അതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും മെച്ചപ്പെട്ട ഭരണഘടനകൾ വാങ്ങിവെച്ച് പഠിച്ച് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ അതിന്റെ ഓരോരോ കാര്യവും നമ്മുടെ രാജ്യത്തിന് അനുയോജ്യമായ കാര്യങ്ങളും അനുയോജ്യമല്ലാത്ത കാര്യങ്ങളും ചർച്ച ചെയ്ത് തീരുമാനിച്ച അയർലൻഡിന്റെയും ബ്രിട്ടന്റെയും അങ്ങനെ അമേരിക്കയുടെയും നിരവധി രാജ്യങ്ങളുടെ ഭരണഘടനകൾ നിരത്തി വെച്ചുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിന് നമ്മുടെ ഒരു ജനാധിപത്യ ക്രമത്തെ പടുത്തുയർത്തുന്നതിന് ആവശ്യമുള്ള ഭരണഘടന എങ്ങനെ രൂപപ്പെടുത്താം എന്നുള്ളതിനെക്കുള്ള ചർച്ചകൾ, നിരന്തരമായ ചർച്ചകൾ, വളരെ വലിയ ആശയ സംഘടനകൾ പല സന്ദർഭങ്ങളിലും ഉണ്ടായിട്ടുള്ള ചർച്ച വഴിയാണ് ഇന്ത്യൻ ഭരണഘടന രൂപപ്പെട്ടത്. ആ ഭരണഘടനാ സമിതിയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ കമ്മിറ്റിയാണ്, അതിന്റെ ചെയർമാനായിരുന്നു ഡോക്ടർ അംബേദ്കർ എന്നുള്ളത് എല്ലാവർക്കും അഭിമാനകരമായ ഒരു കാര്യമാണ്. അത്തരമൊരു ഭരണഘടനയുടെ ഒരു വലിയ സവിശേഷത
അത്ര വലിയ ഏകാധിപത്യത്തിന്റെയും മുഖം ചുമക്കുവാൻ ചുമക്കാൻ നിയുക്തരാകുന്ന വിധം ജനതയെ പാകപ്പെടുത്താൻ ഒരു ഭരണാധികാരിയും അയാളുടെ ആശയ പദ്ധതികളും ശ്രമിച്ചു വരുമ്പോൾ പോലും അത് അത്ര കണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മണ്ണിൽ വിജയിക്കാതെ പോകുന്നതിന്റെ ഒരു രഹസ്യം ഈ ഭരണഘടനയുടെ വലിയ ഒരു ബലമാണ്, കോട്ടയാണ് നമ്മുടെ ഭരണഘടന. അതുകൊണ്ടാണ് അത് സാധിക്കാത്തത്. ഈ അടുത്ത സമയത്ത് കോടതികളിലൂടെ വന്ന ചില വിധികൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. അത്തരം വിധികൾ കോടതിക്ക് പുറപ്പെടുവിക്കാൻ കഴിയുന്നത് നമ്മുടെ ഭരണഘടനയുടെ ബലത്തിലാണ്. അതുകൊണ്ട് ശക്തമായൊരു ഭരണഘടന ഉള്ളതുകൊണ്ടാണ് അത് സാധിക്കുന്നത്. ജനാധിപത്യത്തെ, മതനിരപേക്ഷതയെ, ആശയപരമായ കൊടുക്കൽ വാങ്ങലിനെ, അഭിപ്രായ സ്വാതന്ത്ര്യത്തെ, മൗലികമായ അവകാശങ്ങളെ, വിദ്യാഭ്യാസപരമായ അവകാശങ്ങളെ, സാമൂഹികമായ അവകാശങ്ങളെ, അതിലേറെ മനുഷ്യാവകാശങ്ങളെ ആകെ ബഹുമാനിക്കുന്ന ഒരു ഭരണഘടന നമുക്കുള്ളതുകൊണ്ടാണ് ഏകാധിപത്യത്തിന്റെ വലിയ ചരടുകൾ നമ്മുടെ കഴുത്തിന് മുറുകാത്തത് എന്നാണ് ഞാൻ ഈ സൂചിപ്പിച്ചു വന്നതിന്റെ അർത്ഥം. പക്ഷേ നമ്മുടെ ജനാധിപത്യത്തിനുള്ള പല പരിമിതികളിൽ ഒന്ന്, ഈ ജനാധിപത്യത്തിനുള്ളിൽ തന്നെ ജനാധിപത്യത്തിനെതിരായ ആശയഗതികളെ വളർത്തിക്കൊണ്ടുവരുന്നതിനുള്ള പഴുതുകൾ നമ്മുടെ അത്രയേറെ വിശാലത കൊണ്ടാണ്, അതിന്റെ ഒരു വലിയ വിശാലത കൊണ്ടാണ് ആ പഴുതുകൾ നമ്മുടെ ജനാധിപത്യത്തിനുള്ളിൽ കിടക്കും. തെരഞ്ഞെടുപ്പിൽ ഒരാൾ അധികാരത്തിൽ വരുന്ന, നമ്മുടെ നാട്ടിൽ രാജ്യത്ത് അധികാരത്തിൽ വരുന്നത് വോട്ട് വാങ്ങിച്ചിട്ട് തന്നെയാണ്. ജനങ്ങളുടെ വോട്ട് വാങ്ങിച്ചിട്ടാണ്. ജനങ്ങൾ വോട്ട് വാങ്ങിച്ചതുകൊണ്ട് മാത്രമല്ല, മറ്റു ചില കാര്യങ്ങൾ കൊണ്ടും അധികാരത്തിൽ വരാം എന്ന് തെളിയിച്ചിരിക്കുന്ന ഒരു കാലം കൂടിയാണ്. അത് നമ്മുടെ ജനാധിപത്യത്തിനുള്ളിലെ ഒരു പഴുതാണ്. അതുകൊണ്ട് ജനാധിപത്യത്തിനുള്ളിൽ തന്നെ വേണമെങ്കിൽ ഏകാധിപത്യത്തിന് വളരാനുള്ള ഒരു ചില പഴുതുകൾ കിടപ്പുണ്ട് എന്നുകൂടി ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ശക്തമായൊരു ഭരണഘടനയുടെ ശില്പിയായി, മുഖ്യ ശില്പിയായി അറിയപ്പെടുന്നത് ഡോക്ടർ അംബേദ്കറാണ്. ഒരു മനുഷ്യായുസിൽ ആർജിക്കാവുന്ന പ്രബുദ്ധതയുടെ അങ്ങേയറ്റത്തെത്തുക, അതിന്റെ പാരമ്യത്തിലെത്തുക, അതാണ് അദ്ദേഹം ചെയ്തത്. ഇതൊരു പതിതമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്നാണ് അംബേദ്കർ ഈ വലിയ നേട്ടം ഉണ്ടാക്കിയത് നമ്മൾ ആലോചിക്കേണ്ടത്. അദ്ദേഹത്തിന് എത്ര യൂണിവേഴ്സിറ്റി ഡിഗ്രികൾ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം ഏതെല്ലാം തരത്തിൽ അക്കാദമിക മേഖലകളിൽ ഇടപെട്ടിരുന്നുവെന്നും അദ്ദേഹത്തിന് എന്തുമാത്രം കൃതികൾ രചിച്ചിരുന്നുവെന്നും അദ്ദേഹം എന്തുമാത്രം പ്രബന്ധങ്ങൾ ഇന്ത്യയിലും പുറത്തുമായി എഴുതി പ്രസിദ്ധീകരിച്ചിരുന്നുവെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ വിശദീകരിക്കാൻ പോയാൽ തീർച്ചയായും നമുക്ക് ഒരു 3-4-5 മണിക്കൂറെങ്കിലും നമ്മുടെ ഈ പരിപാടി തുടർന്നു പോകേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങൾ ഒന്നും തൊടുന്നില്ല. പക്ഷേ ഒരു മനുഷ്യായുസിൽ ആർജിക്കാവുന്ന പ്രബുദ്ധതയുടെ അങ്ങേ തലക്കിലെത്തുക എന്നുള്ളത് ഏറ്റവും പതിതമായ ഒരു സാഹചര്യത്തിൽ നിന്ന് ഒരാൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. അത് സാധിച്ച വ്യക്തിയാണ് ഡോക്ടർ അംബേദ്കർ. മാത്രമല്ല, എനിക്ക് തോന്നിയ ഒരു കാര്യം, അതുല്യമായ ഒരു വിപ്ലവ പ്രതിഭയാണ് ഡോക്ടർ അംബേദ്കർ. കലാപം കൂട്ടലാണ് പ്രധാനമായും അദ്ദേഹത്തിന്റെ മനസ്സിന്റെ സ്വഭാവം. എല്ലാ സന്ദർഭങ്ങളിലും സ്വാതന്ത്ര്യത്തിന് വേണ്ടി, അദ്ദേഹം വിചാരിക്കുന്ന സ്വാതന്ത്ര്യം രാഷ്ട്രീയ സ്വാതന്ത്ര്യം മാത്രമല്ല, അടിസ്ഥാന ജനതയുടെ സാമ്പത്തികവും സാംസ്കാരികവും സാമൂഹികവുമായ സ്വാതന്ത്ര്യമാണ് അദ്ദേഹം സ്വാതന്ത്ര്യം എന്ന് കണ്ടത്. അല്ലാതെ ഒരു രാഷ്ട്രീയ സ്വാതന്ത്ര്യം, ബ്രിട്ടീഷുകാരിൽ നിന്നും വാങ്ങുന്ന ഒരു രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന്റെ കാര്യം മാത്രമല്ല അദ്ദേഹം മനസ്സിൽ ചിന്തിച്ചത് എന്നും. അതുകൊണ്ടാണ് പലപ്പോഴും ഗാന്ധിയുമായിട്ടും കോൺഗ്രസിന്റെ തലപ്പത്തുള്ള നേതാക്കളുമായിട്ടും മിക്കപ്പോഴും ആശയ സംഘടനകളിൽ വരികയും അവരോട് യാതൊരു മയവുമില്ലാതെ, ഒരു ദാക്ഷിണ്യവുമില്ലാതെ
അദ്ദേഹം കലഹിക്കുകയും ചെയ്തത് ഈ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടായിരുന്നു. അത് വലിയൊരു വിപ്ലവ പ്രതിനിധിക്ക് മാത്രമേ, അത്തരമൊരു റാഡിക്കൽ മനസ്സുമായി സഞ്ചരിക്കുന്ന ഒരാളിന് മാത്രമേ അത് സാധിക്കൂ. ഇതിന് ഏറ്റവും തെളിഞ്ഞ കാഴ്ചപ്പാട്, അതിനേക്കാൾ വലിയ കർമ്മപുസ്തകം, അചഞ്ചലവും ധീരവുമായ ചില നിലപാടുകൾ, ഇതെല്ലാം അംബേദ്കറെ നമ്മൾ ഈ പറഞ്ഞ ഒരു പ്രകാശഗോപുരം എന്ന് ഞാൻ പറഞ്ഞ ആ ഒരു തലത്തിലേക്ക് ഉയർത്തുന്ന കാര്യങ്ങളാണ് എന്നാണ് ഇവിടെ സൂചിപ്പിച്ചു പോകാൻ ആഗ്രഹിക്കുന്നത്. ചില കാര്യങ്ങൾ കൂടി നാം ഒന്ന് മനസ്സിലാക്കി പോകേണ്ടതുണ്ട്. പക്ഷേ നിങ്ങൾക്ക് എന്നേക്കാൾ അംബേദ്കറെ കുറിച്ചുള്ള സ്റ്റഡീസുമായി പരിചയമുണ്ടാവാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ വളരെ താമസിച്ച് മാത്രം അംബേദ്കറിന്റെ പഠനങ്ങളിലേക്ക് എത്തിയിട്ടുള്ള ഒരാളാണ്. ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതി, നമ്മുടെ പദ്ധതി രൂപീകരണത്തിന് അദ്ദേഹത്തിന്റെ അടിസ്ഥാന ആശയങ്ങളാണ് ഉപയോഗിക്കപ്പെട്ടത്. പഞ്ചവത്സര പദ്ധതികളൊക്കെ രൂപപ്പെടുന്ന അംബേദ്കറുടെ അടിസ്ഥാന ഊർജത്തിന്റെ ഉൽപാദനത്തെ സംബന്ധിച്ചും അതിന്റെ പ്രസരണത്തെ സംബന്ധിച്ചും ഒക്കെയുള്ള അദ്ദേഹത്തിന്റെ അടിസ്ഥാന കാഴ്ചപ്പാട്, ജലസേചനത്തെ സംബന്ധിച്ചും കൃഷിയെ സംബന്ധിച്ചുമുള്ള അദ്ദേഹത്തിന്റെ അടിസ്ഥാന കാഴ്ചപ്പാട്, ഇതൊക്കെ അദ്ദേഹത്തിന്റെ അടിസ്ഥാന ആശയങ്ങളാണ് നമ്മുടെ ഈ പദ്ധതികൾക്ക് പ്രേരകമായത് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അദ്ദേഹം, കോളേജുകളും സ്കൂളുകളും ഒക്കെ അദ്ദേഹം തുടങ്ങി. തുടങ്ങിയത് ഏറ്റവും അധസ്ഥിതരായ മനുഷ്യരുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെട്ടതാകുന്നത്, കൂടുതൽ പ്രകാശപൂർണമാകുന്നത് വേണ്ടിയായിരുന്നു. അത് മിലിന്ദ്, സിദ്ധാർത്ഥ തുടങ്ങിയ കോളേജുകളെ നമുക്കിവിടെ അനുസ്മരിക്കാം. പശ്ചിമേന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി സംഘടന രൂപീകരിച്ചു. നമ്മളിവിടെ അയ്യങ്കാളിയെ കുറിച്ച് പറയുന്നത് പോലെ ഇവിടെ തൊഴിൽ മേഖലയിൽ ഒരു സമരം ഉണ്ടായത് അയ്യങ്കാളി രൂപം കൊടുത്ത സമരമാണ്, നമുക്കറിയാം. അതുപോലെ പശ്ചിമേന്ത്യയിൽ ഒരു തൊഴിലാളി സംഘടന രൂപീകരിക്കുകയും തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നതിന് അവരെ പ്രാപ്തരാക്കുകയും ചെയ്ത വലിയ കാഴ്ചപ്പാട് അന്ന് അദ്ദേഹം പുലർത്തി. യുവാക്കളുടെ നിരവധി സംഘടനകൾ അദ്ദേഹം അതിനുവേണ്ടി രൂപീകരിച്ചു. ഏറ്റവും താഴ്ന്ന നിലയിലുള്ള മനുഷ്യരുടെ മോചനം മുന്നിൽ നിർത്തിക്കൊണ്ട് യുവ ജനങ്ങൾക്ക് വേണ്ടി സമതാ സൈനിക് ദൾ എന്നുപേരുള്ള ഒരു സംഘടന, യുവാക്കൾക്ക് വേണ്ടി സംഘടന, സ്ത്രീ വിമോചനത്തിന് വേണ്ടിയുള്ള സംഘടന, തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള സംഘടന, ഏറ്റവും അധസ്ഥിത ജനതയുടെ ജീവിക്കാനുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സംഘടന. നമുക്കെല്ലാം അറിയാമല്ലോ, അദ്ദേഹം മഹർ എന്ന പേരുള്ള ഒരു സമുദായത്തിലാണ് ജനിച്ചത്. വടക്കേ ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന സമുദായങ്ങളിൽ ഒന്നാണ് മഹർ. ചാമർ അളവിലുള്ള അതുപോലെയുള്ള ഒരു സമുദായം. ഈ സമുദായങ്ങളിൽ ജനിക്കുന്ന മനുഷ്യർ അംബേദ്കർ പഠിച്ചത് തന്നെ എല്ലാവരും പോലെ ഒരുമിച്ചിരുന്ന ഒരു ബെഞ്ചിലിരുന്നല്ല, മറ്റ് കുട്ടികളോടൊപ്പം ഇരുന്നല്ല അദ്ദേഹം പഠിച്ചത്. ഏറ്റവും പുറകിൽ ഒരു കോണിൽ ഇരുന്ന് ക്ലാസ് ശ്രദ്ധിക്കുകയായിരുന്നു അദ്ദേഹം. കാളവണ്ടി മാത്രമേ ഉള്ളൂ, കാളവണ്ടിയിൽ കയറാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു മഹർ അല്ലെങ്കിൽ ചാമർ കാളവണ്ടിയിൽ കയറിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കാളവണ്ടി ഓടിക്കുന്നവൻ, തെളിക്കുന്നവൻ അതിൽ നിന്ന് ഇറങ്ങിപ്പോകുമായിരുന്നു എന്നാണ് പറയുന്നത്. പൊതുഗണത്തിൽ നിന്ന് വെള്ളം കോരാൻ കഴിയില്ല, വെള്ളമെടുക്കാൻ സമ്മതിക്കില്ല, നല്ല വസ്ത്രങ്ങൾ ധരിക്കാൻ സമ്മതിക്കില്ല. ഒരു 100 വർഷങ്ങൾക്ക് മുൻപ് കേരളീയ സമൂഹത്തിൽ നാം ഇത് കേട്ടുപരിചയിച്ചതാണ്. ഒരുപക്ഷെ ഭാഗ്യവശാൽ നമ്മളാരും അക്കാലത്തില്ല, കേട്ടുപരിചയിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതിന്റെ ഏറ്റവും ഭീതിതമായ അവസ്ഥയിൽ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലാണ് അദ്ദേഹം ജനിച്ചതും വളർന്നതും പ്രവർത്തിച്ചതും പഠിച്ചതും എല്ലാം തന്നെ. ഈ വലിയ യോഗ്യതകളെല്ലാം നേടിയിട്ട് അദ്ദേഹം, നമുക്കറിയാമല്ലോ, ബറോഡ രാജാവിന്റെ ഒരു സൗജന്യത്തിലാണ് ഒരു സ്കോളർഷിപ്പ് സ്വീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം കൊളംബിയ സർവകലാശാലയിൽ പഠിക്കാനും മറ്റും പോകുന്നത്. അതിന് അദ്ദേഹത്തിന്റെ ഒരു ഗുരു സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ജാതിയിൽ ബ്രാഹ്മണനായിരുന്നു എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഒരാൾ. അദ്ദേഹത്തിന്റെ ഒരു കഴിവെന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് രാജാവിനോട് ഇദ്ദേഹമാണ് ഈ ഗുരുവായിട്ടുള്ള മനുഷ്യനാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ഒരു കൃതി, ശ്രീബുദ്ധനെ കുറിച്ച് എഴുതിയ ഒരു കൃതി
മെട്രിക്കുലേഷൻ പാസ്സായ സമയത്ത് അംബേദ്കർക്ക് സമ്മാനമായി കൊടുക്കുകയും ചെയ്യുന്നു. നമുക്ക് പിന്നെ അംബേദ്കറുടെ ചരിത്രം വായിക്കുമ്പോൾ അറിയാൻ കഴിയുന്ന ഒരു കാര്യം, ഈ ബുദ്ധിസത്തിന്റെ, അതായത് ഗൗതമ ബുദ്ധന്റെ ജീവിതവും പ്രവർത്തനവും അംബേദ്കറെ ആഴത്തിൽ സ്വാധീനിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ആ കൃതി എന്തുമാത്രം അംബേദ്കറെ സ്വാധീനിച്ചുവെന്നും അംബേദ്കറെ അംബേദ്കറാക്കി മാറ്റിയെന്നും നമുക്ക് ഓർക്കാവുന്നതാണ്. അതുകൊണ്ട് ബറോഡ രാജാവിന്റെ അദ്ദേഹത്തോടുള്ള ഒരു കടപ്പാട് നിർവഹിക്കാൻ വേണ്ടി മാത്രം അദ്ദേഹം ഈ ഉയർന്ന അക്കാദമിക് യോഗ്യതകളെല്ലാം സമ്പാദിച്ചിട്ട് ബറോഡ രാജാവിന്റെ ഗവൺമെന്റിന്റെ സർവീസിൽ കയറാം എന്ന് വിചാരിച്ചിട്ട് സൈനിക സെക്രട്ടറി ആയിട്ട് അദ്ദേഹം നിയമിതനാകുന്നുണ്ട്. പക്ഷെ അവിടെ ശിപായിമാര് ഫയലുകൾ കൊണ്ട് അകലെ നിന്ന് ഫയലുകൾ കൊണ്ട് അദ്ദേഹത്തിന്റെ വേഷപ്പുറത്തേക്ക് എറിഞ്ഞു കൊടുക്കണം. അസ്പൃശ്യത നടത്തിയാൽ പാടില്ല എന്നുള്ളത്. ഒരു മുറി താമസിക്കാൻ കിട്ടാതിരുന്നത് കൊണ്ട് അദ്ദേഹം പാഴ്സിയാണ് എന്നുള്ള നാട്യത്തിൽ ഒരു മുറി വാടകയ്ക്ക്, ഒരു ദളിതനാണ് എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആ മുറിയിൽ നിന്നും അവർ ഇറക്കി. പല ദിവസങ്ങളിലും ആഹാരം കഴിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അങ്ങനെയുള്ള കടകളിൽ ചെന്ന് ആഹാരം കഴിക്കാൻ ചെന്നാൽ അവർ അവിടെ നിന്ന് ഇറക്കിവിടും. വെള്ളം പോലും കുടിക്കാതെ കഴിഞ്ഞുകൂടിയ ദിവസങ്ങളെ കുറിച്ച് അംബേദ്കർ അനുസ്മരിക്കും. അപ്പൊ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ നിന്നാണ് ഈ വലിയ സ്ഥാനങ്ങളിലേക്ക് അംബേദ്കർ കുതിച്ച് ഉയർന്നു പോയത് എന്ന് നമുക്ക് ഓർക്കേണ്ടതാണ്. ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രിയായിരുന്നു അംബേദ്കർ. കേവല ദേശീയവാദത്തെ നിരവധി ആശയധാരകളിലേക്ക് അദ്ദേഹം വികസിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒരു രാഷ്ട്രീയ അധികാരം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇന്ത്യയുടെ ദേശീയവാദവും ദേശീയ പ്രസ്ഥാനവും അതിനെ വളരെ വലിയ ദിശകളിലേക്ക്, വിപുലമായ ദിശകളിലേക്ക്, വൈവിധ്യമാർന്ന ദിശകളിലേക്ക് അദ്ദേഹം വികസിപ്പിക്കുന്നു. അതിൽ അദ്ദേഹം ജനാധിപത്യത്തിന്റെയും മതനിരപേക്ഷതയുടെയും ഉദാരവും സമത്വപൂർണമായ ദേശീയ കാഴ്ചപ്പാടുകളുടെയും വീക്ഷണഗതികളും അദ്ദേഹം അതിൽ ചേർത്ത് വയ്ക്കുന്നു. ഈ ദേശീയ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചതുകൊണ്ട് അദ്ദേഹം അടിസ്ഥാനപരമായി ചിന്തിക്കുന്ന അടിസ്ഥാന ജനതയുടെ സ്വാതന്ത്ര്യം സാധ്യമാകുമ്പോഴാണ് രാഷ്ട്ര സ്വാതന്ത്ര്യം സാധ്യമാകുന്നത് എന്നുള്ള കാഴ്ചപ്പാടാണ്.